വാചകങ്ങൾ പറഞ്ഞ് ശീലിക്കണമെന്നതാണ്. ഈ വിവാഹം തന്നെ നല്ല വാചകത്തിൻ്റെ ഒരു മഹാത്ഭുതമാണ്. വധുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരു നല്ല വാചകം രക്ഷകർത്താവ് പറഞ്ഞു, വരൻ ഒരു നല്ല വാചകം പറഞ്ഞു. ഇരുവരും വളരെ ഉന്നതമായ ഒരു ബന്ധത്തിൽ ബന്ധിതരായിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദർഭത്തിൽ വധുവിനോടും വരനോടും പ്രത്യേകം നിങ്ങൾ ജീവിതകാലം മുഴുവനും നല്ല വാചകങ്ങൾ പറയുമെന്ന് തീരുമാനമെടുക്കുക. ആശംസകളുടെ വാക്കുകൾ, സ്നേഹത്തിൻ്റെ വാക്കുകൾ, സന്തോഷത്തിൻ്റെ വാക്കുകൾ, നല്ല വാക്കുകൾ പറയാൻ നിങ്ങൾ തീരുമാനമെടുക്കുക. അതുപോലെ ഇരുവരുടെയും ബന്ധുക്കളോട്, മാതാപിതാക്കളോടും മുഴുവൻ ബന്ധുമിത്രങ്ങളോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നു, ഒരു വിവാഹത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ നല്ല വാക്കുകൾ പറയണം. അതിനെപ്പറ്റിയാണ് സിദ്ദീഖ് മോദി പറഞ്ഞത്, നിങ്ങൾ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന ഒരു പ്രാവശ്യം മാത്രമല്ല, എല്ലാ സമയത്തും നിങ്ങൾ ഇരുവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല വാചകങ്ങൾ പറയണം. മറ്റുള്ളവരുടെ വൈവാഹിക ജീവിതത്തിൽ നിങ്ങൾ വളമാക്കണം. ആ കാര്യങ്ങൾ നന്നാകാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം പരിശ്രമിക്കണം. ഇതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിന്റെ സമയത്ത് നടത്തിയിരുന്ന പ്രധാനപ്പെട്ട ഉപദേശം. വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നല്ല വാചകങ്ങൾ പറയും. നല്ല വാചകങ്ങൾ പറഞ്ഞാൽ യുസ്ലിഹുലക്കും അഅമാലക്കും, പടച്ചവൻ നിങ്ങളുടെ ജീവിതം മനോഹരമാക്കുന്നതാണ്. വയഗ്ഫിറുലക്കും ദുനൂബക്കും, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കുന്നതാണ്. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. ആരെങ്കിലും പടച്ചവനെയും പ്രവാചകനെയും വഴിപ്പെട്ട് ജീവിച്ചാൽ അവൻ വമ്പിച്ച വിജയം ഭരിക്കുന്നതാണ്. അതേ സഹോദരങ്ങളെ, വൈവാഹിക ജീവിതത്തിൽ സൗന്ദര്യം നല്ലതാണ്, സമ്പത്ത് നല്ലതാണ്, ജീവിത സാഹചര്യങ്ങളെല്ലാം നല്ലതാണ്. പക്ഷേ ഒരിക്കലും വിട്ടുകൂടാൻ പറ്റാത്ത ഒന്നാണ് നല്ല വാചകങ്ങൾ പറയുന്നതായ സ്വഭാവം. നല്ല വാചകങ്ങൾ പറയണം. നമ്മൾ നമ്മളുടെ വിഷയത്തിൽ പറയണം, നമ്മളുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ പറയണം, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും വിഷയത്തിൽ പറയണം. എല്ലാവർക്കും നമ്മൾ നല്ല വാചകങ്ങൾ പറഞ്ഞ് ശീലിക്കും. അതിലൂടെ ഒരു സുന്ദരമായ സുമോഹരമായ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുന്നതാണ്. നൽകുമാറാകട്ടെ. അള്ളാഹു വൈവാഹിക ജീവിതം സന്തോഷത്തിലാക്കുമാറാകട്ടെ, ജീവിതത്തിലാക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവരും ഇത്തായ അവിടെ ഇരുന്നത് ഞാൻ കണ്ടില്ല, അതാ വർത്താനം നമ്മുടെ മക്കളെ പഠിച്ചവരെ ഇതിനകത്ത് ഇരിക്കുമ്പോൾ ചുമ പതുക്കെ